പത്തനംതിട്ടയിൽ കാറിന് മുന്നിൽ സ്കൂട്ടർ വെട്ടിത്തിരിച്ചതിലുള്ള വിരോധത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് മർദ്ദനം. തിരുവല്ല കടപ്രയിലാണ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിക്കും സഹോദരനും മർദ്ദനമേറ്റത്. കടപ്ര സ്വദേശി കണ്ണൻ, സുഹൃത്ത് എന്നിവരാണ് പ്രതികൾ. സദാചാര പോലീസ് ചമൻ എന്നും പരാതി. വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുന്നു. സുജു, എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്? ഈ പ്രകോപനപരമായ ഒരു നടപടി തന്നെയാണ്. ഈ പ്രകോപനം ഉണ്ടാകുന്ന സാഹചര്യമില്ല എന്നതാണ് മറ്റൊരു വിഷയം. മാത്രമല്ല, ഇതിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? പോലീസിന്റെ നിഗമനം എന്താണ്? പോലീസ് എന്താണ് പറയുന്നത് ഇതിൽ? സുജു, പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കടപ്പ കൈരളി ലൈബ്രറിയിലാണ് ഈ കുട്ടികളെ ആക്രമിക്കുന്നത്. ഇതിൽ 15 വയസ്സുകാരനും അദ്ദേഹത്തിന്റെ സഹോദരൻ 21 വയസ്സുള്ള സഹോദരനുമാണ് ക്രൂരമർദ്ദനം ഏറ്റിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾ അവർ ഷട്ടിൽ കോർക്ക് മേടിക്കാൻ വേണ്ടി എത്തുകയും ആ സമയത്ത് ഇന്നോവ കാറിന് പ്രതിയായിരിക്കുന്ന കണ്ണന്റെ ഇന്നോവ കാറിന്റെ മുമ്പിൽ യാത്ര ചെയ്ത് തടസ്സം സൃഷ്ടിച്ചു എന്നതുകൊണ്ടാണ് ഈ കണ്ണനും കണ്ണന്റെ സുഹൃത്തും കൂടെ ചേർന്ന് ഈ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നത്. പോലീസ് എഫ്ഐആറിൽ പറഞ്ഞ നിങ്ങൾ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മർദ്ദിച്ചുവെന്നും അസഭ്യ ഭാഷണം നടത്തിയെന്നുമാണ് ഈ എഫ്ഐആറിൽ പറയുന്നത്. അതിൽ ഒരു വിദ്യാർത്ഥിയുടെ മുഖത്ത് ഇടിയേൽക്കുകയും രക്തം വാർന്നതെന്നുള്ള ഇതും എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഇതിൽ വീട്ടുകാർ പറയുന്നത് നിലത്തിട്ട് ചവിട്ടി ക്രൂരമർദ്ദനമായിരുന്നു. പോലീസ് എത്തിയാണ് പിന്നീട് ഈ വിദ്യാർത്ഥികളെ ആശുപത്രിയിലാക്കിയെന്നും ഈ പരാതിയിൽ കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ കഞ്ചാവ് ഉൾപ്പെടെ ഉപയോഗിച്ചോ എന്ന് ചോദിച്ച തരത്തിൽ സദാചാര പോലീസ് അല്ലെങ്കിൽ സദാചാര ഗുണ്ടായിസം നടത്തിയെന്നും ആരോപണമുണ്ട്. വിദ്യാർത്ഥികൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്.